ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന മൊത്തത്തിൽ 3 ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വീറ്റ് പൗഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുത്താലും മാത്രം മതി കേട്ടോ. നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഗോതമ്പ് പൊടിയെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഒരല്പം കൂടി കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് എലിയെ കൊല്ലാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ച് ഒരൊറ്റ വലിയൊരു ബോളാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 കുഞ്ഞു പീസുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ മാത്രം മതി. അപ്പോൾ 2 ബോൾസുകൾ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ സ്റ്റീൽ സ്ക്രബ്ബറില്ലേ, നമ്മുടെ അലൂമിനിയത്തിൻ്റെ ഈ സ്ക്രബ്ബർ എടുക്കുക. ഈ സ്ക്രബ്ബർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്രി കൊണ്ട് കട്ട് ചെയ്താൽ മതി. കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഒരു ഇത്തിരി ലെൻഡിൽ തന്നെ വേണം കേട്ടോ. അത്യാവശ്യം ഒരു എന്തിൽ എടുത്താലും മതി. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ അതായാലും മതി കേട്ടോ, സ്ക്രബ്ബറായാലും മതി, പുതിയത് വേണമെന്നൊന്നുമില്ല കേട്ടോ. പഴയതായാലും എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ ചെറിയ ഈ നീളത്തിൽ വരുന്ന സൈസാണെങ്കിൽ അങ്ങനെ ഇത്തിരി ഒന്ന് ചുറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു കഷ്ണമായിട്ട് വരുന്ന തരത്തിലേക്ക് നിങ്ങളാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ ബോൾസ് കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണേ. ഈ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി എടുക്കുക. ഒരല്പം ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയേ. ജസ്റ്റ് ഒത്തിരി പുറത്തേക്ക് വരരുത്, അകത്ത് തന്നെ നിൽക്കാവുന്ന തരത്തിൽ വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്ക്രബ്ബർ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ബോൾസാക്കി നമ്മൾ ഫില്ലിങ് പോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കണം. നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് 2 എണ്ണവും ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത് എന്താണ്, മുളക് പൊടിയുടെ ആ സ്മെല്ലൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമതേ നമ്മൾ ബോൾസ് പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ മുളക് പൊടി വെച്ച് അതിൻ്റെ പുറത്തേക്ക് തന്നെ നമ്മൾ സ്ക്രബ്ബറും കൂടി വെച്ചിട്ട് അടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ 2 ബോൾസും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒരിക്കലും എലികൾ വന്ന് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ എലിയെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളിത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ചോക്ലേറ്റ് പൗഡേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ചോക്ലേറ്റോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ പുറമെ വിതറി കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. നല്ല സ്മെല്ലാകുമ്പോൾ ഈ കോഫിയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ ഈ കോഫി ഇതിൻ്റെ പുറമെ ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി ഫുള്ളായിട്ടത് വന്നിട്ട് എവിടെയാണോ കൂടുതലായിട്ട് എലികൾ വരുന്ന ആ ഭാഗത്ത് വെച്ച് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ പരിസരത്ത് വൃത്തികേടാക്കിയൊന്നും ഇടരുതോ. അതുപോലെ ഈ പാത്രത്തിലും വെച്ച് കൊടുക്കരുത്. നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ ഒരു പേപ്പറിലോ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം വെള്ളമൊന്നും വെക്കരുത്, അല്ലെങ്കിൽ പിന്നെ വലിയ വെള്ളം കുടിച്ചിട്ട് അതുവഴി പോകും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പാത്രമാണ്. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കാരണവശാലും അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കേണ്ട. ഗോതമ്പ് പൊടി അല്ല മൈദയാകുമ്പോഴാണ് കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കുന്നത്. അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഒരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പാരസിറ്റാമോളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ പാരസിറ്റാമോളൊക്കെ പഴയ പാരസിറ്റാമോൾ കിടപ്പുണ്ട്, കളയരുത്. ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു പേപ്പറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പാരസിറ്റമോൾ അങ്ങനെ ഇച്ചിരി പൊടിയാൻ എന്താണെന്നറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ തരി പോലെ ഉണ്ടാകാവുള്ളൂ. നന്നായിട്ട് പൊടിയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മിക്സ് ആവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ. സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊടികൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ടാണ് പൊടി എടുക്കുന്നതെങ്കിൽ 2 or 3 പാരസിറ്റാമോൾ പൊടിച്ച് ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടിത് കുഴച്ചെടുക്കുവാണ് ഞാനേ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള
എലികളെയൊക്കെ കൊല്ലാൻ സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വെച്ച് കൊടുക്കാൻ നോക്കുക. വേസ്റ്റ് വെക്കുന്നിടത്ത് വെക്കാം, പക്ഷേ വേസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവരുത്. പിന്നെ നമ്മൾ പാത്രത്തിലൊന്നും വെള്ളമൊന്നും പിടിച്ചു വെച്ചിരിക്കണമൊന്നും ഉണ്ടാവരുത്. അതൊക്കെ ആകുമ്പോൾ എലികൾ വന്നിട്ട് ചിലപ്പോൾ ആ വേസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എലിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതിരുന്നാൽ മാത്രമേ ഇതുങ്ങൾ പെട്ടെന്ന് ചത്തുപോകുള്ളൂ കേട്ടോ. വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു പേപ്പറിലോ ഒരു പഴയ പാത്രത്തിലോ ഒരു ചിരട്ടയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലികൾ ചത്തുപോകും കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 3ാമത്തെ ടിപ്സിലേക്കാണ്. അപ്പോൾ 3ാമത്തെ ടിപ്സിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്ത് വെക്കണം. ഈ പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളാണ്. അപ്പോൾ നമുക്ക് ഈ സ്പൂണിനകത്തേക്ക് തന്നെ ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അല്പം ഡെറ്റോൾ മതി, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. അപ്പോൾ ഒരല്പം നമുക്ക് ഈ സ്പൂണിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാമല്ലോ എന്തുമാത്രം ഞാൻ എടുക്കുന്നുണ്ടെന്ന്. ഇത് കണ്ടോ, ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അപ്പം ഫുള്ളായിട്ട് എല്ലായിടത്തും ആവുന്ന തരത്തിലേക്ക് നന്നായിട്ട് ഇളക്കി എടുക്കണേ. നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഡെറ്റോൾ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ ഡെറ്റോളിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇച്ചിരി ലൂസി ടൈപ്പായിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ടൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. പച്ചമുളകാണേ. അപ്പോൾ നല്ല എരിയുള്ള പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഈ പച്ചമുളക് നിങ്ങളൊന്ന് കല്ലിലിട്ടോ മിക്സിയിലിട്ടോ ഒന്ന് ചതച്ചെടുത്താലും മതി. വെള്ളമൊന്നും വേറെ മിക്സ് ചെയ്യേണ്ട, വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മാത്രം മതി കേട്ടോ. ഈ അരിയൊന്നും പോകരുത്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന തരത്തിൽ ആക്കിയെടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. നല്ല ലൂസി പരുവത്തിൽ, അല്ലാതെ നമ്മൾ മറ്റേ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ലൂസി ടൈപ്പായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എലികളെ കൊല്ലാൻ സാധിക്കും കേട്ടോ. ഇത് കണ്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകും മസാലയൊക്കെ കൂടി കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും ഈ സ്മെല്ലടിക്കുമ്പോൾ. അപ്പോൾ നോൺ വെജ് എന്തെങ്കിലും ആണെന്നൊക്കെ ഓർത്തോ അല്ലെങ്കിൽ എന്താണ് ഈ സ്മെല്ലെന്ന് ഓർത്ത് ഇത് കഴിക്കാൻ വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുക, വയറിൽ നന്നായിട്ട് ഗ്യാസ് ഫോം ചെയ്യുകയും ചെയ്തു. പിന്നെ എരിവെന്ന് പറഞ്ഞാൽ 1.5 എരിവാണല്ലോ പച്ചമുളകിൻ്റെ. അപ്പോൾ അത് എലിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടിപ്സുകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.